അപ്പോൾ എന്തൊക്കെയാണ് AMMA താരസംഘടനയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ നമ്മൾ അൻസിബ, ടിനി ടോം, ലക്ഷ്മിപ്രിയ ആ ലൂപ്പൊന്ന് എടുത്ത് എലാബറേറ്റ് ചെയ്ത് കോർ റീസൺ ആൻഡ് എക്സ് ഫാക്ടർ ആയിരിക്കും എന്നുള്ളത് നോക്കി. കോർ റീസൺ എന്ന് പറയുന്നത് പവർ പൊസിഷന് വേണ്ടിയിട്ടുള്ള തമ്മിലടിയും കടിപിടിയും പ്രശ്നങ്ങളുമാണ് എന്നാണ് ഇന്നലത്തെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് എനിക്കും മനസ്സിലായത്, ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത്. പക്ഷെ ഇത് സംതിങ് മോർ, ഒരു എസ്കലേഷൻ വരികയാണ്. കാരണം ഫിനാൻഷ്യൽ ഒരു മണി ഇൻവോൾവ്മെൻറ്റ് ഇതിനകത്ത് വരികയാണ്. അതും സോഴ്സ് വിച്ച് ഈസ് വെരി ഡൂബിയസ്. അതായത് ഒരു അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഇവരുടെ ഫാമിലി മീറ്റപ്പിന് വേണ്ടിയിട്ട് എടുക്കുകയാണ്. അതിന് TG നന്ദകുമാർ വിവാദമായ ഫിഗറാണ്. കേരള പൊളിറ്റിക്സിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്ന TG നന്ദകുമാർ എന്ന് പറഞ്ഞ ദല്ലാൽ നന്ദകുമാർ, ഇയാളൊരു വിവാദ ഫിഗറാണ് പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിൽ. പല ഡീലുകളുടെയും മിഡിൽ മാൻ. ഓക്കെ, അപ്പം ഇയാളുടെ ട്രസ്റ്റിലുള്ള ഒരു അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപയുടെ ഒരു സ്പോൺസർഷിപ്പ് AMMA എന്ന് പറഞ്ഞ സംഘടന വാങ്ങുമെന്ന് പറയുമ്പോൾ അതിൽ ടെക്നിക്കലി നിയമപരമായിട്ട് തന്നെ ഒരു വിഷയമുണ്ട്. അമ്പലത്തിന് ഇങ്ങനെ സ്പോൺസർഷിപ്പ് കൊടുക്കുന്നതിൽ ഒരു വിഷയമുണ്ട്. AMMA അസോസിയേഷൻ ഇത് സ്പോൺസർഷിപ്പായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ഒരു വിഷയം കിടക്കുന്നുണ്ട്. ആൻഡ് അൻസിബ ഇന്നലെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഈ അമ്പലത്തിൽ നിന്നുള്ള സ്പോൺസർഷിപ്പിനെ എതിർത്തത് മുതലാണ് അൻസിബയ്ക്ക് ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഒരു ലേഡി ഇവർക്കെതിരെ അവരുടെ കുടുംബം തകർക്കാൻ നോക്കി എന്ന് പറഞ്ഞ് തൃപ്പൂണിത്തുറ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തത് എന്നും, ഇതിനെ തുടർന്ന് അവർക്ക് വളരെ മോശമായ രീതിയിൽ സ്ത്രീ എന്നുള്ള നിലയിൽ വഴിവിട്ട ബന്ധങ്ങൾ, അവിഹിതം എന്നുള്ള രീതിയിലുള്ള ഒരു നറേറ്റീവ് അതിനകത്ത് ടിനി ടോം അടക്കമുള്ളവർ പറഞ്ഞു എന്നുള്ളതും, പ്ലസ് ജിഹാദി പരാമർശമടക്കം, മതപരിവർത്തനമടക്കം അൻസിബ ചെയ്യാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ടിനി ടോം പറഞ്ഞു എന്നുള്ളത്, നീനാക്കുറുപ്പ് വഴി അൻസിബയിലേക്ക് എത്തുന്നതൊക്കെ ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പിനെ എതിർത്തത് മുതലാണ് എന്നാണ് അൻസിബ ഇന്നലെ പറഞ്ഞു വെച്ചത്. അൻസിബ ഇന്നലെ പറഞ്ഞു വെച്ചതിലേക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രം, ഈ ഒരു അമ്പലം എന്ന് പറയുമ്പോൾ AMMA അസോസിയേഷനിൽ, എസ്പെഷ്യലി അസോസിയേഷനിലെ മെമ്പേഴ്സ്, അതും ടോപ്പ് മെമ്പേഴ്സ് മുതൽ മോഹൻലാൽ, സുരേഷ് ഗോപി, ദിലീപ് മുതൽ അങ്ങോട്ടുള്ള എല്ലാവരും വർഷാവർഷങ്ങളായിട്ട് ഈ അമ്പലത്തിൽ വന്നു പോകുന്നതോ അതിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതോ ആയിട്ടുള്ള വ്യക്തികളാണ്. അതിലുള്ള എവിഡൻസുകൾ മൊത്തം യൂട്യൂബിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ അമ്പലവും AMMA അസോസിയേഷനും തമ്മിലുള്ള ഒരു ഗിവ് ആൻഡ് ടേക്ക് സാധനം കുറേ വർഷങ്ങളായിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഇനി എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ട്രാക്ക് കിടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇവിടുത്തെ സിസ്റ്റം അന്വേഷിക്കേണ്ട കാര്യമാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ ആർട്ടിസ്റ്റുകളും ഈ ഒരു അമ്പലത്തിൻ്റെ പ്രത്യേകത അവരെന്നെ പറയുന്നത് ഇവിടെ ജാതി മത വ്യത്യാസമൊന്നുമില്ല, മനുഷ്യന്മാർക്ക് വന്നിട്ട് പോകാതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്, എസ്പെഷ്യലി ആർട്ടിസ്റ്റുകൾ. അപ്പോൾ ഇതെന്താണ് ഈ അമ്പലവും ഈ ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള ഒരു ബന്ധം എന്താണ്? സാധാരണ ഒരു അമ്പലവും ഫിലിം ആർട്ടിസ്റ്റുകളും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഒന്ന് ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അന്യമതസ്ഥർക്ക് കയറാമെന്ന് പറയുമ്പോൾ ആ വിശ്വാസത്തിനോട് താല്പര്യമുള്ളവർക്ക് കയറി പ്രാർത്ഥിക്കാൻ കയറുന്നവരാകും, അല്ലെങ്കിൽ ഒരു സൈഡിൽ അമ്പല പരിപാടികളിൽ പങ്കെടുക്കുന്ന ആളുകളായിരിക്കാം. ഓക്കെ, അങ്ങനെ രണ്ട് ബന്ധമല്ലേ അമ്പലത്തിനുമായിട്ട് വരാൻ സാധ്യതയുള്ളൂ. ദൈവത്തിനായിട്ടുള്ള ബന്ധവും രണ്ട് ബിസിനസ്സായിട്ടുള്ള ബന്ധവും. ഇവിടെ ബിസിനസ് എന്താണ്? AMMA അസോസിയേഷന് ഈ അമ്പലമായിട്ടുള്ള ബിസിനസ് എന്താണ്? ശ്വേത മേനോൻ വഴിയാണ് ഈ പറഞ്ഞ TG നന്ദകുമാർ, ദല്ലാൽ നന്ദകുമാറിന് ഈ ഒരു ഡീല് കിട്ടിയത്. ഓക്കെ, എന്നുള്ളതാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവേണ്ടിയിരിക്കുന്നു. ആദ്യം നമുക്ക് ഈ ഡീലിൻ്റെ സംഗതികൾ വെക്കുന്നതിന് മുമ്പ്, അതിൻ്റെ ന്യൂസ് വെക്കുന്നതിന് മുമ്പ് അൻസിബ പറഞ്ഞ കാര്യങ്ങൾ, ഇന്നലെ റിപ്പോർട്ടർ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ. അമ്മയുടെ കുടുംബസംഗമത്തിന് ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ഒരു മതസംഘടന ഏറ്റെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ധാർമ്മികത കാരണം ഞാൻ പറഞ്ഞു അത് നടക്കൂല. 32 വർഷമായിട്ട് അമ്മയിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇന്ന് നിങ്ങളൊരു മതം കയറ്റിയാൽ അടുത്ത മതചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, മറ്റൊരു ചിഹ്നം അടുത്ത കമ്മിറ്റി കൊണ്ടുവരും, പാർട്ടി കയറേണ്ടി വരും. ഇത്തരത്തിൽ മതം കയറിക്കഴിഞ്ഞാൽ ഇത് കലാകാരന്മാരുടെ സംഘടനയാണ്, ഇത് നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും എതിരഭിപ്രായം പറഞ്ഞു. പക്ഷേ ഞാനത് അവിടുന്നാണോ ഇത് തുടങ്ങുന്നത്? അതിൻ്റെ മുന്നേ ഞാൻ എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാൻ അമ്മയിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ പ്രശ്നങ്ങളാണ്. ഞാൻ അവിടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്ത അന്ന് മുതൽ
മാനസിക പീഡനം എന്ന് പറഞ്ഞാൽ അതിന്റെ പീക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിഹിത കഥകള്, അവിഹിത കഥ. അവിഹിത കഥകളുടെ പല പല വേർഷൻസ് ഉണ്ട്. അത് ഒരു കേന്ദ്രത്തിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത്? അത് ഒരു ഗ്യാങ്ങിൽ നിന്നാണ് വരുന്നത്. പുരുഷന്മാർ മാത്രമേ ഉള്ളൂ? പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. ഇങ്ങനെ ഒരുപാട് മാനസിക പീഡനങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അമ്മയിൽ പരാതി ഇട്ട ആൾ ഞാനായിരിക്കും. അമ്മയുടെ മെയിലിൽ ഞാനിട്ട പരാതികളെല്ലാം ഉണ്ടോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതിന് ഈസി ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാൻ അയച്ച പരാതികളെല്ലാം എന്റെ മെയിലിലുണ്ട്. അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അത് ശ്വേത കണ്ടിട്ടുമുണ്ട്. കൃത്യമായിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ വരുന്ന മെയിലുകളെല്ലാം എല്ലാവരും അടുത്ത് നോക്കുന്നുണ്ട്. ഇനി ഈ പരാതി കൊടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ രാജിവെക്കുന്ന സമയത്ത് ഇത് പറഞ്ഞിട്ടില്ല, രേഖാമൂലം പറഞ്ഞിട്ടില്ല, അതല്ലാതെ ശ്വേതാമേനോന്റെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയിട്ടുണ്ടോ? അതല്ലാതെ ഇതിന്റെ മുന്നേ മറ്റൊരു വനിതാ അതായത് ഒരു മതസ്ഥാപനം ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി വന്നപ്പോൾ ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞ അന്ന് മുതലാണ് എന്നെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അപ്പൊ ഞാൻ അതുവരെ അവിഹിത കഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ മതസ്ഥാപനത്തിൽ 9 വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠയ്ക്ക് പോയ ആളാണ് ഞാൻ, ഗസ്റ്റായിട്ട് പോയ ആളാണ് ഞാനും. റസൂൽ പൂക്കുട്ടി സാറും പോയതാണ്. അങ്ങനെയുള്ള എന്നെയാണ് അന്ന് മുതൽ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അവരും എൻ്റെ അടുത്ത് പറഞ്ഞത് അവരുടെ അടുത്തും പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന കഥ ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഈ നോട്ട്, അതായത് ആദ്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഒരു പോളിംഗ് നടത്തി, യെസ് ഓർ നോ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ മാത്രമായിരുന്നു നോ പറഞ്ഞത്. അപ്പോൾ ചിലര് യെസും പറഞ്ഞില്ല നോയും പറഞ്ഞില്ല. വളരെ സെൽഫിഷ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കാരണം അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു എന്ന് വേണ്ട, സെൻട്രലിൽ നിന്നു. ചിലര് മെജോറിറ്റി പക്ഷെ യെസ് ആണ് പറഞ്ഞത്. ഞാൻ ഇത് നടക്കില്ല എന്ന് പറഞ്ഞൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ സന്തോഷ് കീഴാറ്റൂരേട്ടനും നോ പറഞ്ഞു. പക്ഷെ അത് കണ്ടപ്പോൾ ചിലപ്പോൾ ഭയന്ന് കാണും, ഇനിയും ഒരുപാട് പേര് ചിലപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലോ, കാരണം ഇതിന് ശേഷം ചിലപ്പോൾ ഫ്യൂച്ചറിലൊരു പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മയുടെ ബൈലോ അനുസരിച്ച് അമ്മയ്ക്ക് ഡൊണേഷൻ വാങ്ങിക്കാനേ നിർവാഹമുള്ളൂ. ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ഞാൻ പഠിച്ച ബൈലോ അനുസരിച്ച് ഡൊണേഷനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ സ്പോൺസർഷിപ്പ് വാങ്ങിക്കാൻ പറ്റില്ല. അത് ഈ മതസ്ഥാപനത്തിന് പോലും അറിയില്ല. അപ്പൊ അവരോട് ഞാനിത് പറഞ്ഞു, നിങ്ങൾ ഡൊണേഷൻ ചെയ്യായിരുന്നു നല്ലതെന്ന് പിന്നീട് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളോടത് ആരും പറഞ്ഞു തന്നില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അത് ചെയ്തേനെ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ കംപ്ലൈന്റ്. ഒരു വനിതാ സെല്ലിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ആളുടെ പേര് എനിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അൻസിബ ആ വ്യക്തിയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ആ വ്യക്തി സ്വയം വന്ന് ഞാനാണ് കംപ്ലൈൻറ്റ് കൊടുത്തതെന്നുള്ളത് ഇന്നലെ മീഡിയൻ്റെ മുന്നിൽ ഒരു മണിക്കൂറോളം പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. ലക്ഷ്മിപ്രിയയാണ് ആൾ. ആക്ച്വലി ഇത് അൻസിബ പറയുമ്പോൾ ഇറ്റ് മേക്ക് സെൻസ്. അതായത് അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പ് വാങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് വന്നൊരു വിരോധം ഇതിനകത്ത് വാങ്ങുള്ള എവിഡൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അൻസിബയ്ക്കെതിരെ ഈ കേസ് അടക്കം ലക്ഷ്മിപ്രിയ പോകുന്നത് ഒരു മാസം ഡിസംബറിലെങ്ങാണ്ട് ഈ ഒരു മെസ്സേജ് വാട്സാപ്പിൽ പേഴ്സണലി ലക്ഷ്മിപ്രിയ ഉള്ള വാട്സാപ്പ് അക്കൗണ്ട്, സ്വന്തം വാട്സാപ്പ് അക്കൗണ്ടിൽ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് അൻസിബ ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇവരൊരു ദുബായ് ഷോയ്ക്ക് പോയ സമയത്തുള്ളത് എന്നുള്ളതൊക്കെ അൻസിബ ഇത് റിവീൽ ചെയ്യുന്നുണ്ടാക്കാൻ വയ്ക്കാം. ആ പേഴ്സണൽ മെസ്സേജ് ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഈ വിഷയം, ഈ അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പിന് അൻസിബ എതിർത്തത് മുതൽ, അല്ലെങ്കിൽ അതിൻ്റെ വെരി നെക്സ്റ്റ് 2 ഡേയ്സിനുള്ളിൽ ഈ കേസായിട്ട് പോവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഈ വർഗീയ പരാമർശങ്ങൾ അൻസിബയ്ക്കെതിരെ, ജിഹാദി, മതം മാറ്റാനുള്ള ശ്രമം നടത്തുന്നു, ഈ സാധനങ്ങളൊക്കെ വരുന്നത് ഈ ടൈം ഫ്രെയിമിനകത്താണ്. അപ്പോൾ എന്താ, അവർക്ക് വാണ്ടഡ്ലി അൻസിബേനെ കോർണറായമാർക്കൊക്കെയോ ഈ അമ്പലത്തിൽ നിന്നുള്ള സ്പോൺസർഷിപ്പ് വരണം. വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് കമ്മിങ്, ഈ അമ്പലത്തിന് ഇനി അടുത്ത വർഷങ്ങളിലെ എല്ലാ പ്രോഗ്രാമിലും, എല്ലാ വർഷത്തിലെ എല്ലാ പ്രോഗ്രാമിലും ഇവർക്ക് എന്ത് ചെയ്യാം, അമ്പലത്തിനെ ഇവർക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ ഈ താരസംഘടന ഏത് സംഘടനയാണെങ്കിലും, ഇപ്പം ഞാനൊരു സംഘടനയുടെ ഭാരവാഹിയായിട്ടിരുന്നൊരു വ്യക്തിയാണ്. നമുക്കൊരു സ്പോൺസർഷിപ്പിനൊരു ഡീല് പിച്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കുറച്ച് ഹാർഡാണ് ആളുകളെ കിട്ടാൻ വേണ്ടി, വളരെ പാടാണ്. ഓക്കെ, കാരണം നമ്മൾ ഡിജിറ്റലി എന്തൊക്കെ കോണ്ടൻറ്റുകൾ ഡെലിവർ ചെയ്യും, ഡെലിവറബിൾസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അവർ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കിട്ടണം. പക്ഷേ മതം വിൽക്കുന്ന അമ്പലം, പള്ളി ടീമുകൾക്ക് ഇവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ നോട്ടമൊന്നുമില്ല. ഇവർക്ക് എങ്ങനെ എടുത്ത് ചിലവാക്കുന്നുണ്ട് ഇവർ. നിങ്ങളിപ്പോൾ തന്നെ കണ്ടു കാണും, പണ്ടത്തെ പോലെയൊന്നുമല്ല. അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ സോഷ്യൽ മീഡിയയിലടക്കം, എന്തിന് റോട്ടിലെ പോസ്റ്റിലടക്കം സ്പാൻ്റെ മറ്റേ പ്രൊമോഷൻ ആഡുകൾ ഒട്ടിച്ച പോലെയാണ് ഇവരെന്ത് ചെയ്യുന്നത്, അമ്പലത്തിൻ്റെ ഓരോ ആഡുകൾ കൊണ്ടുപോയി ഒട്ടിക്കുന്നത്. സോ അമ്പലങ്ങളും ദൈവത്തിന് വിൽക്കുന്ന രീതികൾ മാറി. അപ്പോൾ അതാ മാറിയ രീതിക്ക് ഇവർക്ക് ഇതേപോലൊരു താരസംഘടനയും കൂടി ഒരു അമ്പലത്തിന് കിട്ടിയാൽ വർഷാവർഷങ്ങളായിട്ട് ഈ താരങ്ങൾ വന്നു പോകുന്നൊരു അമ്പലം. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനാട്യം സിനിമ കണ്ട പോലത്തെ അവസ്ഥയിൽ പോയി, മനസ്സിലായോ? അതിനകത്ത് ഇതാണല്ലോ ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയ സൈജു ഗ്രൂപ്പിൻ്റെ സീക്വൽ, മറ്റേ മോഹിനിയാട്ടം ഭരതനാട്യം സെറ്റപ്പ്, ആ സിനിമയുടെ ഒരു കോർ ഇതാണ്.
കണ്ടവരുണ്ടാവും. ഒരു അമ്പലമാണ് പണിയാണ്, അതിന്ന് വരുമാനം ഉണ്ടാക്കുകയാണ്. മനസ്സിലായി? ഒരു ആചാര അനുഷ്ഠാനമൊക്കെ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് അമ്പലം പണിയുക. അതുപോലത്തെ ഒരു സെറ്റ് പോലും എനിക്ക് തോന്നി. കാരണം ദല്ലാൽ നന്ദകുമാറിനെ പോലെ ഒരു ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വ്യക്തി, പണമിടപാടുകളിൽ എപ്പോഴും ഒരു സംശയ നിഴലിൽ നിൽക്കുന്ന ഒരാൾ. ആൻഡ് ഈ സിനിമാ നടന്മാർക്കും നടിമാർക്കൊന്നും ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞ വ്യക്തി അറിയാഞ്ഞിട്ടാണോ? സിനിമാക്കാരുടെ ഇടയിലുള്ള രാഷ്ട്രീയക്കാർക്ക് കിടക്കുന്ന ദല്ലാൽ നന്ദകുമാറിനെ അറിയില്ല. ഇപ്പം നോർമൽ ഒരു സിനിമാക്കാരനെ അറിയില്ല എന്ന് വിചാരിച്ചോ, സിനിമാക്കാരിക്കോ സിനിമാക്കാരനോ ഇയാൾ അറിയില്ല. സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് MLA മാരും മിനിസ്റ്റർമാരും ഉള്ളൊരു സംഘടനയല്ലേ AMMA, സെൻട്രൽ മിനിസ്റ്റർ അടക്കമുണ്ട്. അപ്പോൾ ദല്ലാൽ നന്ദകുമാർ പോലത്തെ ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വ്യക്തി ഹെഡായിരിക്കുന്ന ഒരു അമ്പലത്തിൽ നിന്ന് 75 ലക്ഷം രൂപ ബൈപ്പാസ് ചെയ്ത് ചാനൽ ചെയ്ത് വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ അതിലെന്തൊക്കെയോ വിഷയങ്ങളില്ലേ, ഫിനാൻഷ്യൽ ഫ്രോഡ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കണം. ഇനി അൻസിബ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് കൃത്യമല്ലോ. ഇത് എതിർത്തു അൻസിബ, അമ്പലത്തിൽ നിന്ന് വരുന്ന ഫണ്ടിനെ എതിർത്തു. ഇപ്പുറത്ത് അൻസിബയ്ക്ക് പണികൾ വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഈ അമ്പലം റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ടിന്റെ ഒരു ന്യൂസ് ക്ലിപ്പ് കാണാം. TG നന്ദകുമാർ നമ്മൾ എപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ്. ദല്ലാൽ നന്ദകുമാർ എന്നറിയപ്പെടുന്നയാളാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ചെയർമാൻ. ഈ വെണ്ണല മഹാദേവ ക്ഷേത്രം അറിയപ്പെടുന്ന ക്ഷേത്രമാണ്. സിനിമാ താരങ്ങളൊക്കെ പലപ്പോഴായി ഈ ക്ഷേത്രത്തിൽ എത്താറുമുണ്ട്. അതിന്റെയൊക്കെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെടാറുമുണ്ട്. അങ്ങനെയുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിയാണ് ഈ അമ്മ കുടുംബസംഗമം. 2026 അമ്മ കുടുംബസംഗമം ഫെബ്രുവരിയിലാണ് നടന്നത്. ഈ വർഷം ഫെബ്രുവരി 14 ആ കുടുംബസംഗമം സ്പോൺസർ ചെയ്ത ഈ എഗ്രിമെന്റിൽ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ചെയർമാനായ നന്ദകുമാറും ഒപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരനുമാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അത് ഫെബ്രുവരി 7-ാം തീയതിയാണ് ഒപ്പുവെച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ ആദ്യഘട്ടത്തിലും പിന്നീട് 45 ലക്ഷം രൂപ പിന്നീട് 2-ാം ഘട്ടം. ആ പരിപാടി കഴിഞ്ഞ് 3 ദിവസത്തിനകം ആ തുകയും നൽകാമെന്നാണ് ധാരണാപത്രത്തിലുള്ള പ്രധാനപ്പെട്ട കാര്യം. അമ്മയുടെ കുടുംബ സംഗമം നടത്തുന്നതിന് ഒരു സ്പോൺസർ വേണമെന്ന് അമ്മ പ്രസിഡന്റ് അമ്പലത്തിൽ വന്നപ്പോൾ ആവശ്യപ്പെട്ടു. ക്ഷേത്രമേന ഞാൻ ചോദിച്ചു, ക്ഷേത്രമാണ് എടുക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ട് അറിയിക്കാന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. പരസ്യം കൊടുത്തു. അമ്മയുടെ കുടുംബ സമൂഹത്തിന് എന്താ തെറ്റ്? ഒന്ന്, കാരണം പണ്ട് KSRTC ബസ്സിൽ പരസ്യം സെൻകുമാർ DGP ആയിരിക്കുമ്പോൾ ദേവാലയങ്ങളുടെ സമ്മതിക്കൂലായിരുന്നു. ആദ്യമായിട്ട് ഞങ്ങളെ പരസ്യം ചെയ്തു. ഇപ്പൊ എല്ലാം ദേവാലയമേ ഉള്ളൂ. ശരിക്കും ശ്വേതാമേനോൻ വന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പരസ്യം കൊടുത്തത്. ശ്വേതാമേനോൻ ആവശ്യപ്പെട്ടെന്ന് വെച്ചാൽ അവർ അമ്മയുടെ പുതിയ പ്രസിഡന്റ് ആയപ്പോൾ നല്ലൊരു തുക കിട്ടിയാൽ അവരുടെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ അക്കൗണ്ട് വഴി തരാൻ പറഞ്ഞു. 30 ലക്ഷം കൊടുത്തു. ബാക്കി ഇപ്പൊ കൊടുക്കാൻ പോണേ ഉള്ളൂ. ഞങ്ങളുടെ ഉത്സവ കാലത്ത് മിനിമം 6 താരങ്ങളിലും പങ്കെടുക്കും. നിങ്ങളൊരു 2008 തൊട്ട് നോക്ക്. അപ്പൊ ഞങ്ങൾ അവരോട്ട് ബന്ധമുണ്ട്. പിന്നെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കലല്ലേ അമ്പലപ്പറമ്പിന്റെ ഉദ്ദേശം. ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ലേഡി, ഒരു വനിത, അമ്മയുടെ തലപ്പത്ത് വന്നപ്പോ കാര്യമായി എന്തെങ്കിലും ചെയ്യാമോ എന്ന് ചോദിച്ചു. ചെയ്തു. അതിനുള്ള വരുമാനമൊക്കെ ക്ഷേത്രത്തിനുണ്ടോ? 75 അല്ല, ഞാൻ ചോദിക്കട്ടെ, ആ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങളോടല്ല പറയണ്ട, ഇൻകം ടാക്സിനോടാണ്. ഞങ്ങൾ ഒരു എക്സംഷനും വാങ്ങാതെ, ഞങ്ങൾക്ക് ഒരു എക്സംഷനും ഇല്ല. കൃത്യമായി കണക്ക് കൊടുത്ത് ടാക്സ് അടച്ചു പോണവരാ. എന്നോട് എന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ല ടാക്സ് കൺസൾട്ടന്റ് എക്സംഷൻ എടുക്കാൻ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ട, ടാക്സ് അടച്ച പ്രശ്നമില്ലല്ലോ, സോഴ്സ് കാണിച്ചാൽ പോരെ. അക്കൗണ്ടിൽ വന്ന പണമല്ലേ അക്കൗണ്ടിൽ കൊടുക്കണുള്ളൂ. ഏറെക്കുറെ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ ജനങ്ങൾ, മണ്ടന്മാർ, വിശ്വാസികൾ അമ്പലത്തിൽ കൊണ്ടുപോയി ഇടുന്ന പൈസ ഒരു സിനിമാക്കാരെ വളർത്താൻ വേണ്ടിയിട്ട് സംഘടനയ്ക്ക് കൊടുക്കാൻ ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തുവാണ് ഇത്? ഇപ്പം പള്ളിപ്പറമ്പിലോ അമ്പലപ്പറമ്പിലോ നിങ്ങളൊരു പൂരത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് 4 ആളെ വിളിച്ചു കൊടുന്ന് അവർക്ക് കാശ് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഓക്കെ എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ഈ ഒരു താരസംഘടനയ്ക്ക് ഈ കാശ് എടുത്ത് 75 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളുടെ ഈ അമ്പലത്തിലേക്ക് വന്നു പോകുന്ന ആളുകൾ 1, 10, 20, 30, 1 ലക്ഷം, 50,000 ആയിട്ട് പലരും പല കഴിവിനനുസരിച്ചും തന്നിട്ട് പോകുന്ന പൈസയില്ലേ, നിങ്ങൾക്ക് എടുത്തിട്ട് ഈ പൈസ ഏതെങ്കിലും പാവങ്ങൾക്ക് അന്നദാനം കൊടുത്തിക്കൂടെ? എടീ, ഇതും തന്നെയൊക്കെയാണ് എനിക്ക് സംശയങ്ങൾ വരുന്നത്. ആൻഡ് ഈ ഒരു പേര് ദല്ലാൽ നന്ദകുമാർ എന്നുള്ള TG നന്ദകുമാർ ആരാന്ന് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പും കൂടി ഞങ്ങൾക്ക് വെച്ചിട്ട് ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട. അത് നിങ്ങൾ എവിടെയും തപ്പിപ്പോണ്ടത് കണ്ടോ? ആലപ്പുഴ ജില്ലയിലെ നെടുമുടിക്കാരനാണ് തെക്കേമുറി ഗോപിനാഥൻ നന്ദകുമാർ എന്ന TG നന്ദകുമാർ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായി ഉണ്ടായിരുന്ന അടുപ്പത്തിലൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ലോകത്ത് TG നന്ദകുമാർ പരിചിതനാകുന്നത്. ഇതിന് കാരണമാകുന്നത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച ഡേറ്റാ സെന്റർ കൈമാറ്റവും. വിവിധ കേസുകളിൽ കോർപ്പറേറ്റുകൾക്കായി ജഡ്ജിമാരെയും രാഷ്ട്രീയ നേതാക്കളെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന വ്യവഹാരി
ദല്ലാൾ എന്നിങ്ങനെയാണ് നന്ദകുമാറിനെ വിശേഷിപ്പിക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസം ഒന്നും നേടിയിട്ടില്ലെങ്കിലും അഭിഭാഷകനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയും പലയിടങ്ങളിലും നന്ദകുമാർ ഇടനിലക്കാരനായും കൺസൾട്ടന്റായുമായുമൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് ഈ സംഭവങ്ങളും വ്യക്തമാക്കുന്നത്. ഒരു മുൻ ചീഫ് ജസ്റ്റിസിന്റെ കാലത്ത് വ്യവഹാരങ്ങളിൽ ഇടനിലക്കാരനായി നന്ദകുമാർ ഇടപെട്ടതായി വർഷങ്ങൾക്ക് മുൻപ് ആരോപണമുയർന്നിരുന്നു. വിവിധ മുതിർന്ന അഭിഭാഷകരുമായും ജഡ്ജിമാരുമായുമുള്ള നന്ദകുമാറിന്റെ അടുപ്പവും നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തിയത്. അതേസമയം തന്നെ വളരെ സാധാരണക്കാരനായിരുന്ന നന്ദകുമാർ അതിസമ്പന്നനായെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. നന്ദകുമാറിന്റെ വരുമാനത്തിന്റെ സ്രോതസ്സും വലിയ തോതിൽ പല കാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്തെ പല കരാറുകളുടെയും ഇടപാടുകളുടെയും പിന്നാമ്പുറങ്ങളിൽ നന്ദകുമാറിന്റെ പേര് കേട്ടതും ഇക്കാലത്ത് തന്നെയാണ്. 2011 അഭിഭാഷകനായ മാത്യു ജെ നെടുമ്പാറ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിന് നൽകിയ പരാതിയിൽ TG നന്ദകുമാറിനെ കുറിച്ച് നിരവധി കാര്യങ്ങളാണ് നിരത്തിയത്. CPM മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ PA ആയി കുറച്ചുകാലം നന്ദകുമാർ ജോലി നോക്കിയിരുന്നതായി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്ന് വളരെ കുറഞ്ഞ ശമ്പളമാണ് ഉണ്ടായിരുന്നത്. നന്ദകുമാർ പിന്നീട് വളർന്നു. ജീവിതം വിദേശത്തായി, യാത്രകൾ ബിസിനസ് ക്ലാസ്സിൽ. എന്താണ് നന്ദകുമാറിന്റെ ജോലിയെന്നോ മറ്റും പുറം ലോകത്തിന് അറിയില്ല എന്നും അഡ്വക്കേറ്റ് മാത്യു അന്നത്തെ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം തൃക്കാക്കരയിൽ ഒരു സ്കൂൾ ടീച്ചറെ ആക്രമിച്ചതിന് നന്ദകുമാറിനെതിരെ കേസുണ്ടായിരുന്നു. പിന്നീട് ഈ കേസിൽ ഇദ്ദേഹത്തെ വെറുതെ വിട്ടു. നെടുമുടിയാണ് സ്വദേശമെങ്കിലും ജീവിതം കൊച്ചിയിലേക്ക് നന്ദകുമാർ പറിച്ചു നട്ടിരുന്നു. സഫാരി സൂട്ട് അണിഞ്ഞാണ് നന്ദകുമാറിനെ ഒരു കാലത്ത് കണ്ടിട്ടുള്ളത്. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും സഫാരി സൂട്ട് ധരിക്കുകയും ചെയ്ത് ഒരു തനി എക്സിക്യൂട്ടീവ് ലുക്കിൽ. പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു നന്ദകുമാർ. ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ PA ആയി പ്രവർത്തിക്കുന്ന കാലത്താണ് രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലെ പലരുമായും നന്ദകുമാറിന് ബന്ധമുണ്ടായത്. കേരള ഗവർണറായിരുന്ന സുഖദേവ് സിംഗിന്റെ PA ആയും നന്ദകുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇക്കാലത്ത് കേരളത്തിലും നന്ദകുമാറിന്റെ ബന്ധം വിപുലമായി. ന്യായാധിപന്മാരുമായി ബന്ധം സ്ഥാപിച്ച സമയത്ത് ചെന്നൈ, മുംബൈ, ബംഗളൂരു കോടതികളിലെ സജീവ സാന്നിധ്യമായിരുന്നു. 2010 കാലഘട്ടത്തിൽ നന്ദകുമാറിന്റെ ആഡംബര ജീവിതവും ബിസിനസ് ക്ലാസ് യാത്രകളും ഇന്റലിജൻസിന്റെ നിരന്തര നിരീക്ഷണത്തിലായിരുന്നു. 2009 ദുബായിൽ നിന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഇറങ്ങിയ നന്ദകുമാറിന് കാലതാമസമില്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തു കടക്കാൻ സഹായിക്കാൻ സംസ്ഥാന പോലീസിലെ ഒരു IG-യുടെ ഇടപെടലുണ്ടായി എന്നത് ഇന്റലിജൻസിന്റെ കണ്ടെത്തലാണ്. കേന്ദ്രമന്ത്രിമാർ യാത്ര ചെയ്യുന്ന വിമാനങ്ങളിൽ പലപ്പോഴും നന്ദകുമാർ സഹയാത്രികനായിരുന്നു അക്കാലത്ത്. സംസ്ഥാന ഡേറ്റാ സെന്റർ കൈമാറ്റത്തിലും നന്ദകുമാറിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. VS അച്യുതാനന്ദൻ ഈ ആരോപണത്തിൽ സംശയ നിഴലിനുമായി. എന്നാൽ ആരോപണം നിഷേധിക്കുകയായിരുന്നു നന്ദകുമാർ അന്ന് ചെയ്തത്. VSുമായി വ്യക്തി സൗഹൃദമാണെന്നും ബിസിനസ് കാര്യങ്ങൾ അതിൽ ഇല്ലെന്നുമായിരുന്നു നന്ദകുമാറിന്റെ വിശദീകരണം. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലേക്ക് അദാനിയെ കൊണ്ടുവന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നു വരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കുന്നതിലുമെല്ലാം നന്ദകുമാറിന്റെ പങ്ക് ഉയർന്നു കേട്ടിരുന്നു. ഏറെക്കുറെ ആരാണ് ദല്ലാൽ നന്ദകുമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ TG നന്ദകുമാർ, ഈ വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രത്തിൻ്റെ മെയിൻ പേഴ്സൺ, ഇയാൾ ആരാന്നുള്ള ഏറെക്കുറെ നിങ്ങൾക്ക് ധാരണ കിട്ടിയല്ലോ. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു വ്യക്തി, അയാൾ പടുത്തുയർത്തിയ ഒരു അമ്പലം, ആ സെറ്റപ്പിനായിട്ട് ടൈപ്പ് ആവുന്ന AMMA അസോസിയേഷൻ, അവിടുന്ന് ഫണ്ട് വാങ്ങുന്ന AMMA അസോസിയേഷൻ, അമ്പലം, ഇപ്പുറത്ത് ചാരിറ്റി അസോസിയേഷൻ, ഫണ്ട് കൊണ്ടുപോകാനൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ആദ്യം ലക്ഷ്മിപ്രിയ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിലേക്കാണ്. അതിന് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ സൈഡിൽ കുറേ ഇവരുടെ ഡാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസിൻ്റെ കുറച്ച് വിഷ്വൽസ് വയ്ക്കാം. അതിൽ ലക്ഷ്മിപ്രിയ ഉണ്ട്, ഓക്കെ. പിന്നെ ഇന്നലെ വന്ന പ്രിയങ്ക, ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്ത് വന്ന പ്രിയങ്കയുണ്ട്. AMMA അസോസിയേഷനിലുള്ള ഒരുപാട് ആക്ട്രസ്സുമാരെ നിങ്ങൾക്ക് ഈ ഒരു പെർട്ടിക്കുലർ റീലിനകത്ത് ഇവർ ഡാൻസ് കളിക്കാനുള്ള ഡ്രസ്സുമായിട്ട് നിൽക്കുന്നത് കാണാം. ഇത് കഴിഞ്ഞ ഫെബ്രുവരി 2026 ആണ് ഈ ഒരു ഫംഗ്ഷൻ നടന്നതെന്നുള്ളതാണ് എനിക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയപ്പോൾ മനസ്സിലായത്. ഇത് നടന്നത് തൈക്കാട് വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ്. ഓക്കെ, ഇതിവിടെ ഇരുന്നോട്ടെ, ചുമ്മാ ഞാൻ വെറുതെ വെച്ചതാണ്. പിന്നെ ഹൻസിബയാണെങ്കിലും മെയ് 2 ഇതേ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി വന്നതിൻ്റെ വിഷ്വൽസും അവൈലബിൾ ആണ്. ഇനി നമുക്ക് ലക്ഷ്മിപ്രിയ LP ഇന്നലെ കൊടുത്ത പത്രസമ്മേളനത്തിലേക്കൊന്ന് പോവാം. കാരണം അൻസിബ ഹസനെതിരെ വ്യാജ കേസ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ വനിതാ എക്സിക്യൂട്ടീവ് അംഗം വേറെ ആരുമല്ല, അത് അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ലക്ഷ്മിപ്രിയ എന്ന ഞാനാണ്. നന്നായി, അത് നന്നായി. നിങ്ങൾ ആ തുറന്ന് പറയാൻ കാണിച്ച ഗട്സ് ഉണ്ടല്ലോ, ഐ റിയലി അപ്രീഷിയേറ്റ് കൊള്ളാം.
അപ്പോൾ LP തന്നെ പറഞ്ഞു, LP ആണ് ആ കേസ് കൊടുത്ത ആൾ എന്നുള്ളത് ലക്ഷ്മിപ്രിയയാണ്. അപ്പോൾ ലക്ഷ്മിപ്രിയയുടെ കുടുംബം തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് ലക്ഷ്മിപ്രിയയ്ക്ക് ഫോണിൽ ലഭിക്കുകയും അത് ലേറ്റർ ഓൺ ഹസ്ബൻഡ് കാണുകയും ഹസ്ബൻഡ് വിഷയമായ സമയത്ത് അത് അൻസിബിയനെ വിളിച്ച് അപ്പം തന്നെ പറഞ്ഞ് സെറ്റിലാക്കാൻ പറയുകയും കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ ഹസ്ബൻഡിന് വിളിച്ച് സംസാരിക്കാൻ പറയുകയൊക്കെ ചെയ്ത സമയത്ത് അൻസിബ റെഡിയായില്ല. ഞാൻ ഡിസംബറിൽ, അതായത് ഈ പരാതി പോകുന്നത് ജനുവരിയിൽ ആണ്. ജനുവരി ഞാൻ ഈ മതസ്ഥാപനം ഈ മതസ്ഥാപനം എന്നല്ല, ഒരു മതസ്ഥാപനവും മതചിഹ്നവും അമ്മയിൽ കയറരുത് എന്ന് പറഞ്ഞതിന് ശേഷം ആണ് എനിക്കെതിരെ പരാതി വന്നത്. പക്ഷെ അതിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ ഈ വനിതാ എക്സിക്യൂട്ടീവ് മെമ്പർക്ക് ഒരു അയച്ച മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചിരിക്കുന്നത്, ദുബായി പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട് കണ്ടു. ഈ ഒരു മെസ്സേജ് കാരണം അവരുടെ വീട്ടിൽ ഡൊമസ്റ്റിക് വയലൻസ് നടന്നത്ര ഒരു മാസം കഴിഞ്ഞിട്ട്. ഡൊമസ്റ്റിക് വയലൻസ് നടന്നു, അവർക്ക് മുറിവുകളുണ്ട്, പാടുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഭർത്താവും അവരും തമ്മിൽ ഡൊമസ്റ്റിക് വയലൻസ് ഈ മെസ്സേജ് കണ്ടിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട്. കാരണം ഡിസംബറിൽ ഞാൻ ഇവർക്ക് അയച്ച മെസ്സേജ് ഭർത്താവിനല്ല, ഈ വനിതാ എക്സിക്യൂട്ടീവ് അംഗത്തിന് അയച്ച മെസ്സേജാണത്. ഞാൻ അവരോടത്ത് സംസാരിക്കാറുമില്ല. അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്കെതിരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു മതസ്ഥാപനവും കയറാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ 3-4 ദിവസമാണ് എനിക്കെതിരെ ഇങ്ങനെ തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ട് എന്നെ വിളിച്ചത്. അപ്പോൾ ഇത് അമ്മയിൽ പറഞ്ഞിരുന്നോ? ഞാൻ അമ്മയിൽ പറഞ്ഞു. അപ്പോൾ അമ്മയിൽ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ വ്യാജ പരാതി കൊടുത്തിട്ടുണ്ട്, എൻ്റെ ഇമേജ് ടാണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്, ഇത് നിങ്ങൾ അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടല്ലേ ഞാൻ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അന്വേഷിക്കേണ്ടെന്നല്ല പറഞ്ഞത്, നിങ്ങൾ അന്വേഷിക്കണം, 2 ഭാരവാഹികൾ തമ്മിലുള്ള പ്രശ്നമാണ്, നിങ്ങൾ അന്വേഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രസിഡന്റ് പറഞ്ഞു, ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് അമ്മ. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? യു നോ ദിസ് ഇസ് നത്തിങ് ടു ഡു വിത്ത് യു നോ വൺ തിങ്, ഞാൻ 75 lakhs പറഞ്ഞതുകൊണ്ടാണ് 75 lakhs ആയത്. ഞാൻ 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി തന്നേനെ. ഇതാണോ സ്പോൺസർ? അല്ല, പ്രസിഡന്റ് പറഞ്ഞതാണ് എന്നോട്. പ്രസിഡന്റിനോട് ഞാൻ പരാതി പറയാൻ വിളിച്ചപ്പോൾ പ്രസിഡന്റിനോട് ഞാൻ പരാതി പറഞ്ഞു. ഈ 75 lakhs എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോൺസർഷിപ്പിന്റെ പൈസ. ആ പൈസ 2 lakhs ആണെങ്കിൽ 2 lakhs കിട്ടിയെന്നല്ല, 2 കോടിയാണെങ്കിൽ 2 കോടി കിട്ടിയെന്ന്. ഒരു സ്ത്രീ ഒരു പരാതി വിളിച്ച് പറയുമ്പോൾ എനിക്കെതിരെ എന്നെ ടാണിഷ് ചെയ്യാൻ വേണ്ടി ഒരു വൃത്തികെട്ട പരാതിയാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തത്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇത് പറഞ്ഞിട്ട് പ്രസിഡന്റിന്റെ മറുപടിയാണ്, ദിസ് ഈസ് പേഴ്സണൽ അൻസിബ, നത്തിങ് ടു ഡു വിത്ത് അമ്മ. പിന്നെ യു നോ വൺ തിങ്, 75 lakhs ആണ്, ഞാൻ അത് അങ്ങനെ പറഞ്ഞതുകൊണ്ട് അങ്ങനെ ആയതാണ്, 2 കോടി പറഞ്ഞിരുന്നെങ്കിൽ 2 കോടി കിട്ടിയെന്നെ. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ശരി, താങ്ക് യു. അൻസിബ ഡീറ്റെയിൽ ആയിട്ട് എന്ത് മെസ്സേജാണ് അയച്ചത്, അത് ഏത് ടൈമിലാണ് അയച്ചത്, എപ്പോഴാണ് അൻസിബയ്ക്കെതിരെ കേസ് വന്നതെന്നൊക്കെ റിപ്പോർട്ടറിൽ പറഞ്ഞത് നന്നായി. കാരണം ലക്ഷ്മിപ്രിയ വന്നിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിനെ കോമഡി മനസ്സിലാവും, ആൻഡ് അൻസിബ പറയുന്നത് കണക്റ്റ് ആവുകയും ചെയ്യും. പിന്നെ ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, ശ്വേതാ മേനോൻ എപ്പോഴും ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്, ദിസ് ഈസ് ഔട്ട് ഓഫ് ദിസ് അസോസിയേഷൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അസോസിയേഷനിലുള്ള 2 വ്യക്തികളാണ്. ഇഫ് യു ആർ എ റെസ്പോൺസിബിൾ പേഴ്സൺ, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സംഘടനയുടെ തലപ്പത്തിൽ ഇരിക്കുന്ന ഒരാളായിരുന്നു. ആ ടൈമിൽ വന്ന ചില വിഷയങ്ങളൊക്കെ സംഘടനയുടെ പുറത്തുള്ള വിഷയങ്ങളും, പക്ഷേ നമ്മുടെ സംഘടന മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇഫ് ദേ ബോത്ത് ഓഫ് ദം ആർ റെഡി, ഒരു മീഡിയേറ്റർ പോലെ സംസാരിച്ച് തീർക്കാൻ നമ്മൾ നോക്കിയിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിനൊന്നും നിങ്ങൾ റെഡി ആയിരുന്നില്ല എന്നുള്ളത് ഈ ഒരു അൻസിബയുടെ സ്റ്റേറ്റ്മെൻറ്റിന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്പോൺസർ 75 2 കോടി 1 കോടിയൊക്കെ നിങ്ങൾ ചോദിക്കാൻ നിൽക്കുമ്പോഴത്തേക്ക് എടുത്തു തരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ AMMA അസോസിയേഷനിലെ മെമ്പേഴ്സും ഈ സ്പോൺസർഷിപ്പായിട്ട് വന്ന അമ്പലവും തമ്മിലുള്ള കണക്ഷൻ 2008 മുതൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും നിങ്ങൾക്ക് വന്ന ഫണ്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ അന്വേഷിക്കണ്ടേ? കാരണം ദല്ലാൽ നന്ദകുമാർ എന്ന് പറഞ്ഞുള്ള വ്യക്തിയല്ലേ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പം അൻസിബ പറഞ്ഞു കേട്ടല്ലോ, അൻസിബ അയച്ചൊരു മെസ്സേജിലൊരു ഫോട്ടോ എടുത്തിരുന്നു ദുബായിൽ നിന്ന്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. 1 മാസത്തിൻ്റെ ഉള്ളിൽ അവിടെ ഡൊമസ്റ്റിക് വയലൻസ് നടക്കുന്നു. ആൻഡ് നോട്ട് ദിസ് പോയിന്റ്, ലക്ഷ്മിപ്രിയയ്ക്ക് ഭർത്താവിൽ നിന്നൊരു ഡൊമസ്റ്റിക് വയലൻസ് നേരിടേണ്ടി വന്നു. അതെവിടെയും കേസായിട്ടില്ല. ഇത് CWC അടക്കം സ്വയമേവ കേസെടുക്കണം. ഓക്കെ, ഇവിടെ WCC സംഘടനകളടക്കം വായിൽ പഴം തിരികെയിരിക്കുകയാണെന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. സിനിമാ ഫീൽഡിൽ ഒരു ലേഡി, ആ ലേഡിയുടെ ഹസ്ബൻഡിൽ നിന്ന് ഗാർഹിക പീഡനം നേരിടുമ്പോൾ അതവർ തുറന്ന് പറഞ്ഞിട്ടുണ്ട്, പുറത്ത് പറയുന്നു എന്നുള്ള സാഹചര്യത്തിൽ ഇത് കേസാക്കാൻ നിങ്ങൾ റെഡിയാണോ?
നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹൻസിബയ്ക്ക് നിങ്ങൾ സപ്പോർട്ട് കൊടുക്കും. അവർ പല ചോദ്യങ്ങളും ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് ലക്ഷ്മിപ്രിയ പറഞ്ഞതിലേക്ക് പോകാം. അത് കൊടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഡിസംബർ 10 എന്റെ ഫോണിലേക്ക് ശ്രീമതി അൻസിബ ഹസൻ ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഞാനിവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ വിവാഹിതയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്റെ കുടുംബത്തിൽ എന്റെ ഫോൺ എന്ന് പറയുന്നത് നമ്പർ ലോക്കുകളോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ലോക്കുകളോ ഉള്ളതല്ല. എനി ടൈം എന്റെ ഹസ്ബൻഡിനോ എന്റെ മകൾക്കോ എന്റെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നാൽ അവർക്കോ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഓപ്പൺ ആയിട്ടാണ് എന്റെ ഫോൺ എപ്പോഴും വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡിസംബർ 10 രാത്രിയിൽ അൻസിബ ഹസൻ എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിന് മറുപടിയായിട്ട് എന്താണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൻസിബ എന്താണ് ഇങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ച് ഞാൻ ആ കുട്ടിയെ വിളിക്കുമ്പോൾ ഐ വിൽ കോൾ യു ലേറ്റർ ചേച്ചി, ഐ ആം ഇൻ എ വർക്ക് എന്ന് പറഞ്ഞിട്ടാണ് രാത്രി 11 മണിക്ക് എന്റെ അടുത്ത് അൻസിബ ഹസൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പല ആവർത്തി ഞാൻ ഈ മോളെ പല പ്രാവശ്യം വിളിച്ചു. ഞാൻ പല ആവർത്തി അൻസിബയുടെ അടുത്ത് പറഞ്ഞു, അൻസിബ ഇതെന്താണ് ഈ മെസ്സേജ് അയക്കാനുള്ള ഒരു റീസൺ എന്ന് എന്റെ അടുത്ത് പറയണം എന്ന് ഞാൻ പല ആവർത്തി ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് ഈ മെസ്സേജ് ഇത് വായിക്കുകയും അദ്ദേഹം വളരെ പാനിക് ആവുകയും അതിനെ തുടർന്ന് ഒരു കുടുംബമല്ലേ, കുടുംബമായിട്ട് ജീവിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എന്റെ വീട്ടിൽ ഈ മെസ്സേജിനെ ചൊല്ലി പല പ്രശ്നങ്ങളും ഉടലെടുക്കാൻ അത് കാരണമാകുന്നു എന്ന ഘട്ടത്തിൽ ഞാൻ അൻസിബയോട് ശ്രീനിയേട്ടൻ മരിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ പോലും ഞാൻ റിക്വസ്റ്റ് ചെയ്ത് പറഞ്ഞിരുന്നു, അൻസിബ എന്റെ വീട്ടിലേക്ക് വരണം, മോള് ജയശേട്ടനെ കണ്ട് ഇത് സംസാരിക്കണം, ഇല്ലെങ്കിൽ അൻസിബ ഹസ്ബൻഡിന്റെ അടുത്ത് ഫോണിലെങ്കിലും ഈ വിഷയം സംസാരിക്കണം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതിനൊന്നും ആ കുട്ടി തയ്യാറായില്ല. പിന്നീട് യാതൊരു വിധത്തിലും എന്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുകയോ എന്റെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ ആ കുട്ടി ചെയ്തിട്ടില്ല. യാതൊരു നിവൃത്തിയുമില്ലാതെ എന്റെ കുടുംബജീവിതം ഒരു മോശമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന് വന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ ഹിൽ പാലസ് വനിതാ സെല്ലിൽ ഞാൻ ജനുവരി ഒരു മധ്യത്തോടു കൂടിയിട്ടാണ് എന്നാണ് എന്റെ ഓർമ്മ, അന്ന് ഞാൻ അവിടെ കൊണ്ടുവന്ന് പരാതി കൊടുക്കുന്നത്. അതിൽ ഈ പറയുന്ന മതമോ വർഗീയതയോ ക്ഷേത്രത്തിന്റെ സ്പോൺസർഷിപ്പോ ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം മാത്രമേ, അൻസിബയുടെ പേരിൽ ഒരു FIR ഇടണമെന്നോ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നോ പോലും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. എന്റെ ആവശ്യം എന്റെ ഹസ്ബൻഡിന്റെ മുന്നിൽ നിന്നിട്ട് ഈ മെസ്സേജ് എന്തുകൊണ്ട് അയച്ചു എന്ന് അൻസിബ ഒന്ന് പറയണം എന്ന് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ കുട്ടി ആരൊക്കെ കോണ്ടാക്ട് ചെയ്തിട്ടും വരാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ ഹിൽ പാലസ് വനിതാ സെല്ലിൽ കൊണ്ടുവന്ന് അൻസിബയ്ക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തത്. ഇതിൻ്റെ ഒന്നും ഒരു ടൈം ഫ്രെയിം അങ്ങോട്ട് മാച്ച് ആവുന്നില്ലല്ലോ. LP ലക്ഷ്മിപ്രിയ പറയുന്നു ഡിസംബറിൽ മെസ്സേജ് വന്നു, ജനുവരിയിൽ കംപ്ലൈൻറ്റിന് പോയി, പിന്നെ അൻസിബ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ പ്രശ്നം അവിടെ വിഷയമായപ്പോഴത്തേക്ക് അത് ഇവിടെ വനിതാ സെല്ല് വഴി കേസാക്കി. ഹസ്ബൻഡിൻ്റെ അടുത്ത് അൻസിബയ്ക്ക് സംസാരിച്ചാൽ തീരേണ്ട വിഷയം മാത്രമാണ്, അല്ലെങ്കിൽ ആ മെസ്സേജ് അത്ര വിഷയമുള്ളൊരു മെസ്സേജാണ്. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ഫോൺ ഭയങ്കര ഓപ്പണാണ്, ലോക്കില്ല, ആർക്ക് വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ഒരു ട്രസ്റ്റ് ഫാക്ടർ നിങ്ങൾക്ക് ഭയങ്കര 100ൽ 100 എന്ന് പറഞ്ഞ രീതിയിൽ സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം അൻസിബനെ പറയുന്നു ദുബായിൽ നിന്നൊരു ഫോട്ടോ നിങ്ങൾ എടുത്തിരുന്നു എന്നുള്ളൊരു ഒറ്റ ചോദ്യത്തിൻ്റെ മുകളിൽ ഭർത്താവ് നിങ്ങളുമായിട്ട് ഗാർഹിക പീഡനം ചെയ്യുന്ന രീതിയിൽ വരെ, ഇത്രയും വയലൻസ് ആവുന്നത് വരെ കാര്യങ്ങൾ എത്തി എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മിസ്മാച്ച് ഇല്ലേ, എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ ഫൈൻ, നിങ്ങളുടെ കുടുംബകാര്യം, നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അതൊക്കെ പറയുമ്പോഴും അൻസിബനെ റിപ്പോർട്ടറിൽ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് നിങ്ങളെ ഹസ്ബൻഡ് നിങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങളും കുറവുകളും അൻസിബയ്ക്ക് അയച്ച മെസ്സേജ് അൻസിബയുടെ മെസ്സേജ് ഇൻബോക്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ഹസ്ബൻഡിന് അൻസിബേനെ അറിയാത്തതൊന്നുമല്ല. അപ്പോൾ അപ്പോൾ നിങ്ങളെ വേർഷൻ കേൾക്കുന്ന നാട്ടുകാർ വിചാരിക്കും അൻസിബയ്ക്ക് നിങ്ങളെ ഹസ്ബൻഡിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന് അൻസിബയെ ദൃശ്യം 1, 2, 3 കണ്ട പരിചയം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. അല്ലല്ലോ, പരസ്പരം മെസ്സേജ് അയച്ച് ഭാര്യയുടെ കുറ്റവും കുറവും അടക്കം അൻസിബേനോട് പറഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങളെ ഹസ്ബൻഡ് എന്ന് അൻസിബ പറയുമ്പോൾ നിങ്ങളൊക്കെ പരസ്പരം കണക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങളൊരു പെങ്ങളുകുട്ടിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മക്കളെ പോലെ കണ്ടതാണ് അൻസിബേനെ നിങ്ങൾ ഇതേ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഇത്രയുമൊക്കെ അടുത്ത് ക്ലോസ് ബോണ്ടുള്ള ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വനിതാ സെല്ല് വഴി കേസും FIR ഇട്ട് അത് വിഷയമാക്കി തീർക്കാമെന്ന് പറയുമ്പോൾ ഇതൊന്നും തമ്മിൽ മാച്ച് ആവുന്നില്ല ലക്ഷ്മിപ്രിയ.
ആ കംപ്ലൈന്റിൽ ഈ ഒരു 2 വരി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇതിനെ തെറ്റിദ്ധരിച്ച അൻസിബയാണ് ഞങ്ങളുടെ സ്പോൺസർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അൻസിബ മാത്രമല്ല, ക്ഷേത്രത്തിലെ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ ഏക വ്യക്തി അൻസിബ മാത്രമാണ് എന്നാണ് അൻസിബ വിചാരിക്കുന്നത്. അങ്ങനെയല്ല. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ നിരവധി പേരുണ്ട്. അൻസിബ മാത്രം പറഞ്ഞെങ്കിലല്ലേ അൻസിബയ്ക്കെതിരെ അതൊരു അലിഗേഷൻ ആയിട്ട് വരുള്ളൂ. ഒരാൾക്ക് ഇത് ചെയ്യേണ്ട എന്നൊരു എതിരഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെയാണ് ഒരു അലിഗേഷൻ ആയിട്ട് മാറുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അൻസിബയാണ് ഇത്. ഞാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയോ മറ്റൊരു മനുഷ്യരെയോ അറിയിച്ചിരുന്നില്ല. ചെവി അറിയാണ്ട് വളരെ ഗോപ്യമായിട്ട് ഈ സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി കൊടുക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ പല ആവർത്തി വിളിച്ചു കഴിഞ്ഞപ്പോൾ അൻസിബയാണ് ഇതിന് മത തീവ്രവാദം ആരോപിച്ചുകൊണ്ടും അൻസിബയെ ജിഹാദി എന്ന് ആരോ പരാമർശിച്ചു, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കേസ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ജനുവരി 24-ാം തീയതിയാണ് അൻസിബ ലോങ് മെസ്സേജ് ഇടുന്നത്. ആ സമയത്ത് ഞാൻ അൻസിബയോട് പറഞ്ഞു, മോളെ ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ് ആണ്, ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ തൊട്ടുകളിക്കാനായിട്ട് പാടില്ല, സമൂഹത്തിൽ വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, മോളെ ഈ ഒരു മാറ്റർ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നീ അതിന് വന്നിട്ട് പ്രതികരിക്കുക, വേറെ യാതൊരു കാര്യങ്ങളും ഇതിനകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മുതിർന്നവർ ഇടപെടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എന്റെ കുടുംബ വിഷയമാണ്, ഈ കുടുംബ വിഷയത്തിൽ കാരണക്കാരി എന്ന് പറയുന്നത് അൻസിബയാണ്. ഈ അൻസിബയെ ഞാനും മാത്രമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ യാതൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും അറിയാനോ, ഇത് ഇപ്പൊ പോലും എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ഈ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വളരെയധികം ലജ്ജയുണ്ട്. ശരി, അൻസിബ അവിടെ ആരാന്ന് പറഞ്ഞിട്ടില്ല, എന്താ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ദിവസം. ഇപ്പോഴും ഞാൻ വെച്ച ക്ലിപ്പിൽ എവിടെയും അൻസിബ ആരെയും പേരൊന്നും പറയുന്നില്ലല്ലോ. ലക്ഷ്മിപ്രിയ സ്വയം വന്നിരുന്ന് എൻ്റെതാ മറ്റേ ഗർഭം ഏറ്റെടുക്കൂല, എൻ്റെ ഗർഭമായതെന്ന് പറഞ്ഞിട്ട് അതുപോലെ വന്നിരുന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പറയാം നമ്മൾ ഏറ്റവും ലജ്ജാകരമായിട്ട് തോന്നുന്നു. ശരി, അപ്പോൾ നാടിനെ അറിയിക്കാൻ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾ മീഡിയനെയും വിളിച്ചു വരുത്തി നിങ്ങളിത് മൊത്തം പറഞ്ഞ ശേഷം നിങ്ങൾ തന്നെ പറയുകയാണ് നിങ്ങൾ ഏറ്റവും ലജ്ജാകരവുമായിട്ട് തോന്നി, പറയാൻ തോന്നുന്നില്ല, പറയേണ്ട കാര്യമില്ല, ലോകത്തിന് മുകളിൽ വിളിച്ചറിയിച്ചില്ലേ. കുടുംബക്കാരി ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറയും, ഇതൊന്നും ഇവർ അറിയാത്തവരൊന്നുമില്ല പരസ്പരം. ഇവർക്കൊക്കെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയേഷൻ വഴി തീർക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. ഇവരൊക്കെ പരസ്പരം അറിയുന്നവരുമാണ്. ഓക്കെ, തട്ടാമുട്ട് പ്രശ്നങ്ങളൊക്കെ ഒട്ടുമിക്ക വിഷയങ്ങളൊക്കെ തീർക്കാൻ പറ്റുന്ന ആളുകളൊക്കെ സംസാരിച്ചാൽ തീരുന്ന വിഷയങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അവിടെയാണ് എൻ്റെ സംശയം വരുന്നത്, അൻസിബ പറഞ്ഞതിലേക്ക് കണക്റ്റ് ആവുന്നത്. അൻസിബ അമ്പലത്തിൻ്റെ സ്പോൺസർഷിപ്പിന് ഇതേപോലൊരു ചോദ്യചിഹ്നം ഇട്ടപ്പോൾ ഒരാളെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് ഈ രീതിക്ക് കൊണ്ടുപോവുകയല്ലേ എന്നുള്ളത് ഡൗട്ട്ഫുള്ളല്ലേ. അത് അയാളും ചിന്തിച്ചു, അൻസിബ ചിന്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അൻസിബയ്ക്ക് കാരണമുണ്ടത്. കാരണം മെസ്സേജ് അയച്ചത് ഡിസംബർ, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ജനുവരി ആവുന്നു, പിന്നെ ഈ പറഞ്ഞ പോളും കാര്യങ്ങളൊക്കെ ഇട്ട് അൻസിബ ചോദ്യം ചെയ്തതിന് ശേഷം തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരുന്നു, അതുവരെ ഇല്ലാത്ത FIR വരുന്നു, വനിതാ സെൽ വരെ കംപ്ലയിൻറ്റ് പോകുന്നു, 3 മണിക്കൂർ അൻസിബേനെ അങ്ങോട്ട് വിളിപ്പിക്കുന്നു. മനസ്സിലായോ? അപ്പം അൻസിബയ്ക്ക് തോന്നിയ സാധനം ഇപ്പോൾ കേൾക്കുന്ന എനിക്കും തോന്നി, ജനങ്ങൾക്ക് തോന്നുന്നില്ല എന്നുള്ള ഒരു കമന്റ് ബോക്സ് പറയട്ടെ. അതിനു മുമ്പ് ഏഷ്യനെറ്റിന്റെ TV ഷോസിലൂടെയൊക്കെ ഞങ്ങൾക്ക് പരിചയമുള്ള വ്യക്തിയാണ് ടിനി ചേട്ടൻ. ടിനി ടോം എന്ന് പറയുന്ന വ്യക്തിയെ നേരിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുകയോ ഇങ്ങനെ ഇടപെടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. സ്ത്രീകളെ ഏറ്റവും അധികം ബഹുമാനിക്കുകയും ഏറ്റവും സന്തോഷത്തില് രസത്തില് തോളിൽ കൈയിട്ട് ചേർന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏത് പാതിരാത്രി നമുക്ക് അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തിനെതിരെ ഇത്തരം പരാതികൾക്കെല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറിയും ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കഥകളുടെയും പിന്നിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ എല്ലാം പിന്നിൽ നീന കുറുപ്പ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വ്യക്തിയാണ്. അല്ലെ, നീന കുറുപ്പ് പറയുന്നത്, ജിഹാദി എന്ന് നീന കുറുപ്പ് പറയുന്നത് അൻസിബ ഹസൻ കേട്ടു എന്നാണ് അൻസിബ ഹസൻ പറഞ്ഞിരിക്കുന്നത്. അൻസിബ ഹസനോട് ടിനി ടോം പറയുന്നത് അൻസിബ ഹസൻ കേട്ടിട്ടില്ല, ഈ നീന കുറുപ്പ് പറഞ്ഞത് കേട്ടു എന്നാണ് പറയുന്നത്. ഇനി അൻസിബെ പറ്റി ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞുതരാം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി സ്റ്റാർട്ട് ചെയ്ത ദിവസം ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഞങ്ങളുടെ ഒരു കമ്മിറ്റി മെമ്പർ, ആ കമ്മിറ്റി മെമ്പറും മറ്റൊരു മെമ്പർ, അതായത് ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങളുടെ പിന്നെ ഭരണസമിതിയിലേക്ക് വന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ചേർന്ന് വേറൊരു കമ്മിറ്റിയിൽ ഇല്ലാത്ത മറ്റൊരു ഞങ്ങളുടെ പിന്നെ ഒരു അംഗത്തിന്റെ അടുത്ത് ഈ കുട്ടിയെ പറ്റി അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് Day 1, അതായത് ഫസ്റ്റ് EC അൻസിബ ഹസൻ സ്തംഭിപ്പിച്ചിട്ടുണ്ട് അവിടെ.
അൻസിബ ഹസൻ ഇത് സംഭിപ്പിക്കുന്നത് ഈ കുട്ടിയെ പറ്റിയിട്ട് വേറൊരാളോട് ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള 2 പേര് അവിഹിത കഥകൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ അൻസിബ ഇത് വളരെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ അവിഹിതം എന്ന് പറയുന്ന ഒരു വാക്ക്. അപ്പൊ ഞങ്ങൾ ചോദിക്കുകയാണ്, മോള് കേട്ടോ? അതില്ല, ഇന്നയാള് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പ്രസിഡന്റ് എന്ത് ചെയ്തു? പിറ്റേ ആഴ്ചത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ ഈ പറഞ്ഞ ആളിനെ കൊണ്ടുവന്നു. ആ ആള് പറഞ്ഞു, എന്നോട് ഈ 2 പേരും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഫസ്റ്റ് ഡേ ഉണ്ടായ കാര്യമാണ്. ഓക്കെ, ഇതിനകത്ത് എഗെയിൻ ടിനിച്ചേട്ടൻ ടിനിച്ചേട്ടൻ ഒരു വിഷയമില്ലാത്ത ഒരാളാണെന്നാണ് ഇവർ പറയുന്നത്. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞു ദ എക്സ് ഫാക്ടർ, ദ കിങ് പിൻ. എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ നീന കുറുപ്പാണ് എന്നുള്ള ഒരു സംഗതി ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പല വിഷയങ്ങളും ഈ അമ്മ അസോസിയേഷനിൽ അവർ ഈ ഒരു ECയുടെ ഭാഗമായിട്ട് വന്നതിന് ശേഷം ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു പ്രസൻസ് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. നമുക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി വെച്ചിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോ. അപ്പോൾ ഇവർ ഈ പറഞ്ഞ പോലെ ടിനി ടോം ഈ നീന കുറുപ്പിനെ ഭയങ്കര മോശമായ രീതിയിൽ ഇവരുടെ ഈ പ്രോഗ്രാമിൻ്റെ തലേ ദിവസം അവരോട് പെരുമാറി പല രീതിയിലുള്ള ഹരാസ്മെൻറ്റ്സ് ചെയ്തു. അതിനുശേഷം അൻസിബേനെ ഈ വർഗീയമായ ജാതീയമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ അവിഹിതം പറഞ്ഞിട്ടുള്ള പരിപാടികൾ പറഞ്ഞു. എഗെയിൻ അത് നീന കുറുപ്പ് അൻസിബേനോട് പറഞ്ഞതല്ലേ അറിയൂ എന്നുള്ളൊരു ചോദ്യം. ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഈവൻ ഐ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ ബിക്കോസ് ഒരു ഹിയർസേ, നമ്മൾ നേരിട്ട് കാണാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ളൊരു കാര്യം വേറൊരു വ്യക്തി പറഞ്ഞു കേട്ട് അതൊരു ഹിയർസേൻ്റെ മുകളിൽ എങ്ങനെ ആക്ഷൻസ് എടുക്കാൻ വേണ്ടി ഒരു ഓർഗനൈസേഷനോടോ ഒരു സിസ്റ്റത്തിനോടോ പറയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം അൻസിബയ്ക്ക് നേരമുണ്ട്. ഇതിനുള്ള ഉത്തരം ഓക്കെ, ഇപ്പം ലക്ഷ്മിപ്രിയയ്ക്ക് ഒന്നും അറിയാത്ത പോലെ ലക്ഷ്മിപ്രിയ സംസാരിക്കുന്നത്. ഓക്കെ, ലക്ഷ്മിപ്രിയ പറയുന്നത് ഇതിൻ്റെ ഒക്കെ പിന്നിൽ നീന കുറുപ്പാണ്. ആൻഡ് അൻസിബയ്ക്ക് നീന കുറുപ്പ് പറഞ്ഞത് മാത്രമേ അറിയൂ. ടിനി ടോം മുത്താണ്, ചക്കരയാണ്, സ്മാർട്ട് ബോയ്. ഇതൊക്കെ പറയുന്ന ലക്ഷ്മിപ്രിയയുടെ ശ്രദ്ധയിലേക്ക് നീന കുറുപ്പ് ഇന്നലെ മീഡിയയ്ക്ക് കൊടുത്തൊരു ബൈറ്റ് കൂടി വയ്ക്കാം. അതിനകത്ത് ലക്ഷ്മിപ്രിയ നീന കുറുപ്പ് ഒന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. പ്ലസ് അൻസിബയെ എങ്ങനെയാണ് ടിനി ടോം ഈ പറഞ്ഞ കാര്യങ്ങൾ നീന കുറുപ്പ് അറിയിച്ചേ എന്നുള്ളതിനെ കുറിച്ചും പറയുന്നു. നമ്മുടെ കുടുംബ സംഗമത്തിന്റെ മുമ്പത്തെ ദിവസം രാത്രിയാണ് ഞാൻ ടിനിയെ കുറിച്ച് പറഞ്ഞ കംപ്ലൈന്റിന് ആ ദിവസത്തെ കാര്യമാണ് ഞാൻ സംസാരിച്ചത്. കുടുംബ സംഗമത്തിന്റെ മുമ്പത്തെ ദിവസമാണ് ടിനിയുമായിട്ട് എനിക്ക് പ്രശ്നമുണ്ടായത്. ആ സംഭവം അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നാണ് ലക്ഷ്മിപ്രിയ പറയുന്നത്. പക്ഷെ ലക്ഷ്മിപ്രിയ തന്നെ ആ സംഭവത്തിനെ കുറിച്ച് മെൻഷൻ ചെയ്ത് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയുന്ന ഒരു റെക്കോർഡിംഗ് ആണ് എന്റെ കയ്യിലുള്ളത്. അത് പക്ഷെ ഒരു കോൾ റെക്കോർഡിംഗ് ആയതുകൊണ്ട് എനിക്കത് പുറത്തുവിടുന്നത് ഒരു ലീഗൽ ഒഫൻസ് ആണ് ഞാനത് പുറത്തുവിടുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ റെക്കോർഡിംഗിൽ പങ്കെടുത്ത 2ാമത്തെ വ്യക്തി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ടെലിഫോൺ കോളിൽ പങ്കെടുത്ത 2ാമത്തെ വ്യക്തി എന്ന നിലയിൽ ലക്ഷ്മിപ്രിയ തന്നെ ആ റെക്കോർഡിംഗ് പുറത്തുവിട്ടോളൂ എന്ന അനുവാദം എനിക്ക് തരുകയാണെങ്കിൽ, അത് മാധ്യമത്തിലൂടെയും എനിക്ക് റിട്ടൺ കൺസെന്റും ലക്ഷ്മിപ്രിയ തരുവാണെങ്കിൽ, ആ റെക്കോർഡിംഗ് നീന പുറത്തു വിട്ടോളൂ എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ റെക്കോർഡിംഗ് ഞാൻ പുറത്തുവിടുന്നതായിരിക്കും. ടിനി ടോമിനോട് ആരും ഒന്നും പറയാൻ പാടില്ല എതിർത്തിട്ട്. അത് നീന കുറുപ്പ് എന്നല്ല, അവിടെയുള്ള വേറെയും സ്ത്രീകളോട് അൻസിബയോടും അങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുക്കു പരമേശ്വരനോടും അങ്ങനെ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ടിനി ടോമിന്റെ രീതികൾക്ക് എതിർത്ത് നമ്മൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ, ഞങ്ങൾ ആരെങ്കിലും സംസാരിച്ചാല് ടിനി ടോം ഭയങ്കരമായിട്ട് വയലന്റ് ആവും. ഇപ്പൊ അൻസിബേനെ അറ്റാക്ക് ചെയ്യുന്ന രീതികൾ അവിടെ അൻസിബ അനുഭവിച്ചിട്ടുണ്ട് എന്ന് അൻസിബ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അൻസിബ പറ്റി ചീത്ത രീതിയിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടപ്പോൾ അത് ആവർത്തിച്ച് വീണ്ടും ഒരേ വാക്കുകൾ പറഞ്ഞപ്പോൾ അത് ശരിയല്ല എന്ന് ഇങ്ങനെ പറയരുത്. ആ കോളിൽ ഞാൻ അൻസിബയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അൻസിബ ബാക്കിൽ കേൾക്കുന്നുണ്ട് ആ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അവളുടെ DNA ശരിയല്ല. ടിനി ഇതുപോലത്തെ വാക്കുകൾ പലപ്പോഴായിട്ട് ടിനി പലരുടെ മേലും ടിനിയുടെ വാക്കുകൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ടിനിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ ആ കോൾ ചെയ്തതും അൻസിബ അത് കേൾക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്, ലക്ഷ്മിപ്രിയ ടിനി ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ടിനി ചേട്ടൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ലക്ഷ്മിപ്രിയ പറയുന്ന ഓഡിയോ എന്റെ കയ്യിലുണ്ട്. നീന കുറുപ്പ് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. ലക്ഷ്മിപ്രിയ തന്നെ നീന കുറുപ്പിനെ വിളിച്ചിട്ട് ടിനി ടോം ചെയ്ത വൃത്തികേടുകൾ, ഇപ്പോൾ നീന കുറുപ്പ് കംപ്ലൈൻറ്റ് കൊടുത്ത ആ ഒരു AMMA അസോസിയേഷന് ടിനി ടോമിനെതിരെ കൊടുത്ത പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് പറയുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുണ്ട്.
ലക്ഷ്മിപ്രിയ LP പ്ലീസ് ആ ഒരു വോയിസ് ഒന്ന് നീന കുറുപ്പിനോട് പുറത്തു വിടാൻ പറയണം. നിങ്ങൾ അത്ര അഷ്യൂറാണ്, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട്, നിങ്ങൾ അങ്ങനെ ഒരു കാര്യം അവരോട് സംസാരിച്ചിട്ടില്ല എന്നാണ്. ഈ പൊതുജനം അറിയട്ടെ, നിങ്ങൾ എന്താണ് പബ്ലിക്കായിട്ട് പത്രസമ്മേളനമൊക്കെ വിളിച്ചാലോ. ലക്ഷ്മിപ്രിയ ദയവ് ചെയ്തിട്ട് ഒന്ന് നീന കുറുപ്പിനെ ആ വെല്ലുവിളി ഏറ്റെടുത്തിട്ട് ആ ഒരു വോയിസ് പുറത്തു വിടാൻ പറയണം. നാളെ കുറച്ച് അരി മേടിക്കാനുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അൻസിബയെ ഫോൺ വിളിച്ച് കേൾപ്പിച്ചു കൊടുത്തു എന്നാണ് നീന കുറുപ്പ് പറയുന്നത്. അൻസിബ പറഞ്ഞത് നീന കുറുപ്പ് അറിഞ്ഞു എന്നുള്ളതുമാണ്. അങ്ങനൊരു കോള് അൻസിബയ്ക്ക് റിസീവ് ചെയ്തിട്ടുണ്ടോ, അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ ഈ DNA പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അൻസിബയും വരും ദിവസങ്ങളിൽ പറഞ്ഞാൽ കൊള്ളാം. ഓക്കെ, എന്താണെങ്കിലും നീന കുറുപ്പ് അൻസിബയുടെ ഒപ്പം ഉറച്ചു നിൽക്കുകയാണ്. അല്ലെങ്കിൽ നീന കുറുപ്പ് കേട്ടതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ആൻഡ് നീന കുറുപ്പ് പറഞ്ഞത് മാത്രമല്ല, ഉഷ എന്ന് പേരുള്ള ഒരു ആക്ട്രസ് ഇല്ലേ പണ്ടത്തെ, അവരുടെ അടുത്തും ഇതേപോലുള്ള സിമിലർ കൈൻഡ് ഓഫ് സാധനവും കൊണ്ട് ടിനി ടോം അവരെക്കുറിച്ചും പറഞ്ഞു നടന്നു എന്നുള്ളൊരു റിവീലിംഗ് കൂടി അവരും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടിനി ടോമിനെതിരെ 2 എണ്ണമായി ഇപ്പോൾ. ടിനി ടോം ഇന്ന് എവിടെ ഒരു മറ്റേ മീഡിയക്കാർ ചെന്ന സമയത്ത് എനിക്കെതിരെ എന്താണ് ആരോപണങ്ങൾ മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് കണ്ട്. ആരോപണങ്ങളാണ്, ബട്ട് ഇറ്റ്സ് ഗെറ്റിംഗ് വേഴ്സ് ഡേ ബൈ ഡേ എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. ലക്ഷ്മിപ്രിയയെ വെല്ലുവിളിച്ച നീന കുറുപ്പ് ആ വോയിസ് അത് ലക്ഷ്മിപ്രിയ പുറത്തു വിടാൻ പറയും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ലക്ഷ്മിപ്രിയ സ്ട്രോങ് ആണ്. ഒരു മെയിൻ ആയിട്ടുള്ള ഒരാള് എന്ന് പറയുന്നത് ഞങ്ങളുടെ സെക്രട്ടറി, പറയുന്നതിൽ തുറന്നു പറയുന്നതിൽ വളരെയധികം എനിക്ക് വിഷമമുണ്ട്. ഞങ്ങളുടെ സെക്രട്ടറി നീന കുറുപ്പ് തുടങ്ങിയ കുറച്ച് പേരാണ് ഈ എന്താ പറയാ ഈ ഗൂഢാലോചന എന്ന് പറയുന്നത് ഞങ്ങൾക്കൊക്കെ എതിരെയാണ് നടക്കുന്നത്. ഇവര് 2-3 പേര് ഗ്രൂപ്പായിട്ടും ബാക്കിയുള്ളവരൊക്കെ ഇൻഡിവിജ്വൽസും ആയിട്ടാണ് കമ്മിറ്റിയിൽ നിലകൊള്ളുന്നത്. കുക്കുവാണ് ഈ പറഞ്ഞ സെക്രട്ടറി. കിങ് പിൻ അപ്പോൾ നീന കുറുപ്പിൽ നിന്ന് ബാറ്റൻ കൈമാറുകയാണ് കുക്കുവിലേക്ക്. കാരണം കുക്കു എന്ന് പറഞ്ഞ സെക്രട്ടറിയുടെ പല തീരുമാനങ്ങളും ഈവൻ ശ്വേതാ മേനോൻ പ്രസിഡന്റ് പറയുന്നത് കേട്ടു, ഹൻസിബ ഹസൻ അയച്ച മെയിൽ പോലും അവിടെ കാണാനില്ല. അതാരാ ഡിലീറ്റ് ചെയ്തത്? സെക്രട്ടറി ആയിരിക്കാം. കാരണം ആക്സസ് മെയിലിലേക്ക് എന്താണെങ്കിലും സെക്രട്ടറിക്കും പ്രസിഡന്റിനും മാത്രമായിരിക്കും ഉണ്ടാവും, പിന്നെ ഏതെങ്കിലും ഒരു ഓഫീസ് സ്റ്റാഫിന്. അപ്പോൾ ഇവർ സംശയിക്കുന്ന ആരാ? കുക്കുവിനെ. അപ്പോൾ കിങ് പിൻ മാറി, പ്ലാനിങ് പ്ലോട്ടർ ദ മാസ്റ്റർ ബ്രെയിൻ മാറി ഒന്ന് ഷിഫ്റ്റായിട്ട് നീന കുറുപ്പ് നിന്ന് കുക്കുവിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ആ ബെൽറ്റ്. നീന കുറുപ്പ്, കുക്കു, അൻസിബാസ് ഇങ്ങനെ അപ്പുറത്ത് കൂടി ഒരു ഓർബിറ്റും അതിന് ചുറ്റായിരുന്നു, പിടിച്ച് നേരെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ചാടി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് അൻസിബയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആ ഒരു ഗ്രൂപ്പ് സെറ്റപ്പ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതിൽ അത്ര എവിഡൻ്റ് ആയിട്ട് തോന്നുന്നില്ല. അവർക്ക് വന്ന പേഴ്സണൽ ഹിറ്റിങ്സിന് അവർ റിപ്ലൈ കൊടുത്തതാണ്. പിന്നെ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും എനിക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിക്ചേഴ്സ് റെഡിയായി കിട്ടുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എഗെയിൻ ഗോയിങ് ബാക്ക് ടു LP ഇനിയും കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സെക്രട്ടറി അൻസിബ ഹസനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, അതായത് മലയാളത്തിലെ ഒരു മഹാനടനെയും അൻസിബ ഹസൻ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടിയും ചേർത്ത് അവിഹിത കഥകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഞങ്ങളുടെ എല്ലാ ഫോണിലുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഞങ്ങൾക്ക് തന്ന പരാതിയിൽ അത് കിടപ്പുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അൻസിബ ഹസൻ ഒരിടത്തും പരാമർശിക്കാത്തത്? എന്തുകൊണ്ടാണ്? എന്ത് അവിഹിത കഥകളാണ് അൻസിബ ഹസനെ കുറിച്ച് ബാക്കിയുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലക്ഷ്മിപ്രിയ യു ബിക്കം ആ ഓപ്പൺഹൈമർ. എൻ്റെ പൊന്നെ, എന്ത് ന്യൂക്കാ പൊട്ടിച്ചതിപ്പോൾ. എന്തുണ്ടായേ? നിങ്ങൾ എന്തിനാ പത്രസമ്മേളനം വിളിച്ചേ? മഹാനടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ആൾക്കാരല്ല, ആളേ ഉള്ളൂ മഹാനടൻ. കമോൺ, നിങ്ങൾ എന്താ ചെയ്തത് ലക്ഷ്മിപ്രിയ? അത് ഒരാളറിയാത്തൊരു കാര്യം, ഒരാൾക്ക് ഇതുവരെയായിട്ട് ഞാൻ എവിടെയോ ഒരു തമ്മിലെങ്ങാണ്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു ലേഡിയും ഒരു ആളും ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ തമ്മിൽ അൻസിബ ഹസനും പിന്നെ ആ മഹാനടനും തമ്മിൽ എന്ത് എന്നുള്ളൊരു ചോദ്യം അമ്മ അസോസിയേഷനിൽ ആരോ ചോദിച്ചു എന്നുള്ളത്. ഓക്കെ, നേരത്തെ നിങ്ങൾ പറഞ്ഞു അവിഹിത കഥകൾ എന്നെക്കുറിച്ച് പാടിപ്പറഞ്ഞ് നടക്കുന്നു അമ്മയിലെ പാണന്മാർ എന്ന്. ഈ പാണന്മാർ അസോസിയേഷൻ വരുമോ? ഇനി അത് ഞാൻ കട്ട് ചെയ്തു. സോറി പാണന്മാർ, സോറി, ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പാറിപ്പറന്ന് നടക്കുന്നു കുറേ ആളുകൾ AMMA അസോസിയേഷനിൽ എന്ന് ഹൻസിബ നിങ്ങളടുത്ത് വന്ന് കംപ്ലൈൻറ്റ് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ അതിനുള്ള തെളിവ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കുകയാണ്. സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കുക്കു ആൻഡ് സം അതർ ടീംസ് ഹാവ് ടോൾഡ് മലയാളത്തിലെ മഹാനടനുമായിട്ടുള്ള ഹൻസിബയുടെ അവിഹിതം എന്നാ. ഇപ്പോഴും അസോസിയേഷൻ്റെ പേര് AMMA എന്നുള്ളത് നിങ്ങൾ അമ്മ തന്നെയല്ലേ വായിക്കുന്നത്? നിങ്ങളൊക്കെയുള്ള വീട്ടിലുള്ള അമ്മമാർ ചെരുപ്പെടുത്ത് അടിക്കാൻ ഞങ്ങളെ ഭാഗ്യം. അസോസിയേഷൻ്റെ പേര് മാറ്റാം മക്കളെ, ഞങ്ങൾക്കൊക്കെ നല്ലത്. ഞാൻ ഇപ്പം എന്ത് പറയാനാണ്, അമ്മ എന്നുള്ള പേര് വിട്ടിട്ട്
വായിൽ വരുന്നതും പറയുന്നതും കാണിക്കുന്നതൊക്കെ അവരാതും അവിഹിതം. അധോലോക പ്രസ്ഥാനം പോലെയാണ് ഞങ്ങളുടെ ഓഫീസിനെ സെക്രട്ടറിയും പരിവാരങ്ങളും കൂടെ ചേർന്നാക്കിയിരിക്കുന്നത്. 21 ക്യാമറകളാണ് വിത്ത് ഓഡിയോ റെക്കോർഡിംഗ്. നിങ്ങളൊക്കെ ഓരോ പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ? നിങ്ങളുടെയൊക്കെ ഓഫീസുകളിൽ ഇങ്ങനെയാണോ? ഞങ്ങൾക്ക് അവിടെ പോയാൽ അംഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ പറയുന്നത് ഈ സെക്രട്ടറിയും എന്താ പറയാ അതുപോലെയുള്ള ആൾക്കാർ പല ഭാഗങ്ങളിൽ ഇരുന്ന് കാണുകയാണ്. പ്രസിഡന്റ് ആക്സസ് വാങ്ങിച്ചിട്ടില്ല, പ്രസിഡന്റിനെ അറിയിക്കുന്നില്ല, ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നില്ല. പിന്നെ എല്ലാം പ്രസിഡന്റിന് രാവിലെ ആകുമ്പോൾ വീട്ടിലേക്ക് നോട്ടീസ് അടിച്ചു കൊടുക്കണമല്ലോ. പ്രസിഡന്റ് അറിയാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കണം. ആക്സസ് CCTV വാങ്ങണം. അല്ല രാവിലെ ഒരാളെ കത്തും കൊടുത്തിട്ട് ഇതാട്ടോ വൈഫൈൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ CCTVൻ്റെയും പാസ്വേഡ് തന്നെ കൊടുക്കാൻ പറ്റൂ? അത് ശരി, സ്പൂൺ ഫീഡിങ് ആണോ നിങ്ങൾ പ്രസിഡന്റിന് എന്ന് പറഞ്ഞ പദവിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത്? ഈ സെക്രട്ടറി ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ? പ്രൈവറ്റ് ഫേമിലാണെങ്കിൽ അവിടെ ക്യാമറ വെച്ചത് നല്ലതല്ലേ? നിങ്ങളെ പ്രശ്നം എന്താ? അങ്ങനെ ക്യാമറയും ഓഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തും പോയിട്ട് ബാക്കിയുള്ളവരെ കുറിച്ച് അച്ചിന്നോണയും പറയാൻ പറ്റില്ല. അതാണ് നിങ്ങളെ പ്രശ്നം. എന്തൊക്കെയാ മനുഷ്യത്തെ നിങ്ങൾ വിളിച്ചു പറയുന്നത്? രാജിവെക്കാനായിട്ട് തുടങ്ങി, ഞാൻ രാജിവെക്കാൻ തുടങ്ങി. എന്തിനാ ഞങ്ങളുടെ പ്രസിഡന്റ് പോലും പോകുകയാണ് എന്ന് പറഞ്ഞിട്ട് യാത്ര പറഞ്ഞിറങ്ങുന്ന അവസരമുണ്ടായിരുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഇവരുടെ ആവശ്യം ഓരോരുത്തരെയായിട്ട് പുറത്താക്കുക എന്നുള്ളതാണ്. ഇന്നലെ വളരെ ലാഘവത്തില് അൻസിബ ഹസൻ പറയുന്നുണ്ടായിരുന്നല്ലോ, മെമ്പർഷിപ്പും കട്ട് ചെയ്തിട്ട് ടിനിച്ചേട്ടനെ പറഞ്ഞു വിടണം എന്ന്. ഇവർക്ക് എല്ലാരും പുറത്താക്കണം എന്നുള്ളതാണ് ഇവരുടെ നടപടി. ആദ്യമായിട്ട് ഞങ്ങളുടെ ജസ്റ്റിൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്യൂരിറ്റി ഗാർഡിനെ യാതൊരു കാരണങ്ങളും ഇല്ലാണ്ട് അദ്ദേഹത്തിനെ പിരിച്ചുവിട്ടു. ഞങ്ങൾക്ക് എത്രയോ കൊല്ലമായിട്ട് ചായ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ജലജ എന്ന് പറഞ്ഞ ചേച്ചീനെ വളരെ നിസ്സാരമായിട്ട് പിരിച്ചുവിട്ടു. ആ കളി അതുല്യയുടെ അടുത്ത് നടന്നില്ല. കാരണം അതുല്യ ഇവരെന്തൊക്കെ ചെയ്തു എന്നുള്ളതാ എനിക്ക് മീഡിയാസിന് കാണിക്കാനായിട്ട് പറ്റില്ല. ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടും ഞാൻ എന്തിനാണ് അൻസിബയ്ക്ക് കേസ് കൊടുത്തത്, അൻസിബ എന്താണ് എനിക്ക് മെസ്സേജ് അയച്ചത്, എനിക്കിപ്പോ മീഡിയയിൽ കാണിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. കൃത്യമായിട്ട് ജനറൽ ബോഡിയിൽ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കും. എന്തായിരുന്നു സ്റ്റേഷനിൽ നിന്ന് കൺക്ലൂഷൻ വന്നത്, സ്റ്റേഷൻ റിപ്പോർട്ട് എന്താണ് എന്നുള്ളത്. ഈ പറയുന്ന മത തീവ്രവാദമോ ജിഹാദിയോ മതം മാറ്റമോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. നമ്മളൊക്കെ കലകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ്. നമ്മൾക്ക് എന്താണ് ജാതിയും മതവും? അൻസിബയുടെ രാജിക്കത്ത് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ജനുവരി 21 ആ കുട്ടി രാജിക്കത്ത് കൊടുത്തതാണ്. പക്ഷേ ഞങ്ങളുടെ അമ്മയുടെ സിസ്റ്റത്തിൽ നിന്നും ഈ കത്ത് ഞങ്ങളുടെ സെക്രട്ടറി റിമൂവ് ചെയ്ത് കളഞ്ഞു. ഈ കത്ത് ഞങ്ങളുടെ അടുത്ത EC-യിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ജനുവരി 24 ഞങ്ങൾ വെച്ച ഓൺലൈൻ മീറ്റിംഗിൽ അൻസിബ ഹസൻ പങ്കെടുത്തിട്ടുണ്ട്. അതിനുശേഷം മാർച്ച് 2 ഞങ്ങൾക്ക് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് ഉണ്ടായിരുന്നു. അന്നും ഈ പറയുന്ന അൻസിബ ഹസൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇവരിങ്ങനെ ഒരു രാജിക്കത്ത് തന്നിട്ടുണ്ട് എന്ന് സെക്രട്ടറി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ 17 അംഗങ്ങളിൽ 8 പേരോളം പുരുഷന്മാരുണ്ട്. ഏതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെതിരെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ 8 പുരുഷന്മാർ ഞങ്ങൾ ഈ 9 സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും മോശം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ സ്ത്രീകൾ തന്നെയല്ലേ അവിടെ ഇവിടെയും പോയിട്ട് ഈ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കും. ഈ പറയുന്ന ഇതിനെക്കാട്ടിലും വലിയ കാര്യം പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ തെളിവായിട്ടുണ്ട്. അതുല്യ എന്ന് പറയുന്ന ഞങ്ങളുടെ മാനേജർ ഇവര് ടെർമിനേറ്റ് ചെയ്തല്ലോ, ഞങ്ങളുടെ കുക്കു പരമേശ്വരൻ എന്ന് പറയുന്ന ഞങ്ങളുടെ സെക്രട്ടറി ടെർമിനേറ്റ് ചെയ്തല്ലോ. ആ കുട്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, അൻസിബ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ മലയാളത്തിന്റെ ഒരു മഹാനടനെയും ചേർത്ത് ഈ കുക്കു പരമേശ്വരൻ ഇന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ സരയു മോഹൻ സാക്ഷിയാണ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ട് ഞങ്ങൾക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ആ തമ്മിലില്ല. പക്ഷെ നാളെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ തമ്മിലുള്ള കുറേ വീഡിയോ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ മഹാനടനും അൻസിബയും തമ്മിൽ എന്ത് എന്ന് കുക്കു പരമേശ്വരൻ ചോദിച്ചു സെക്രട്ടറി. എന്തിനാണ് ലക്ഷ്മിപ്രിയ ഇതൊക്കെ ഇപ്പോൾ വിളിച്ചു പറയട്ടെ? പക്ഷേ ലക്ഷ്മിപ്രിയ പറഞ്ഞ 1-2 കാര്യങ്ങൾ അത് അൻസിബ ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതാണ് പൊതുസമൂഹത്തിനോട്. കാരണം നിങ്ങൾ ജനുവരിയിൽ ഈ പറഞ്ഞ രാജി സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബാക്കി ആരും കാണാൻ പിന്നെ വഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത EC-യിൽ നിങ്ങൾ പങ്കെടുത്ത സമയത്ത്, ജനറൽ ബോഡിയിൽ പങ്കെടുത്ത സമയത്തൊക്കെ അവർ നിങ്ങളുടെ രാജിയെക്കുറിച്ച് ചോദിക്കാതെ പോയിട്ടുണ്ടാവും. അത് സെക്രട്ടറി മാത്രമായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സെക്രട്ടറിയും നിങ്ങളും തമ്മിൽ അവിടെ എന്തെങ്കിലും ഒരു സംസാരം നടന്നോ? ഓക്കെ, അതൊരു ചോദ്യം. രണ്ടാമത്, ഇപ്പോൾ നിങ്ങൾ രാജി കത്ത് സമർപ്പിച്ചു അല്ലെങ്കിൽ മെയിൽ അയച്ചതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ജനറൽ ബോഡി അല്ലെങ്കിൽ EC കൂടുമ്പോൾ അവിടെ പോയിരിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ എന്തിനു പോയി എന്നുള്ള വേറൊരു ചോദ്യം. അതെനിക്കൊരു ക്ലാരിറ്റി വേണം. അത് എവിടെയെങ്കിലൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ പറഞ്ഞു. ഇപ്പോൾ പലരും പറയും നീയും അൻസിബയൊക്കെ ബിഗ് ബോസിലുണ്ടായിരുന്നവരല്ലേ. നോ പേഴ്സണൽ കണക്ഷൻസ്, നത്തിങ് ഗൈസ്. ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നു, കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ എനിക്ക് അൻസിബയായിട്ട് ഒരു കണക്ഷനും ഇല്ല. അതുകൊണ്ട് എനിക്കിതൊന്നും പേഴ്സണലി നേരിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു ബന്ധമില്ല അൻസിബയാനായിട്ട്. ഐ ടേക്ക് ദിസ് ആസ് എ പ്രൊഫഷണൽ വൺ ബിക്കോസ് ഇതെൻ്റെ ജോബാണ്, ഞാനത് ചെയ്യുന്നു.
അവരവരുടെ ജോബ് റിലേറ്റഡ് ഇഷ്യൂസിൽ അവർ നിൽക്കുന്നു, ഞാനത് എടുത്ത് വെച്ച് സംസാരിച്ച് അരിയാക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പിന്നെ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് ഏത് സൈഡാണോ കുറച്ചും കൂടി ബാലൻസ്ഡ് ആയി തോന്നി അത് ഞാൻ അവർ കുറച്ച് ഓക്കെ ആണ് കേൾക്കാൻ എന്നുള്ളത് പറയും. ബാക്കിയുള്ളവർ ബ്ലാബർ ചെയ്യുമ്പോൾ ഞാനത് പറയും, അയ്യോ ഇവരെന്തെന്നാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുകയും ചെയ്യും. ഓക്കെ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇതിൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. AMMA അസോസിയേഷനിലേക്ക് ഈ ഫണ്ട് കൊടുക്കുന്ന ദല്ലാൽ നന്ദകുമാർ ആൻഡ് ദ അമ്പലം, ആ സെറ്റപ്പ് ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാം. ആൻഡ് വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് ഓഫ് ടിനി ആൻഡ് ബെൽറ്റ്? അതുണ്ട് അല്ലേ, ടിനി ടോം ആൻഡ് ബെൽറ്റിന് ഇൻട്രസ്റ്റ് എന്താണ്? ഈ ഫണ്ട് എങ്ങനെ ഇവർ ഏത് രീതിക്ക് ഇവർ ബൈപ്പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചും കൂടി അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ കൊള്ളാം. നടക്കുമായിരിക്കുമോ എന്നൊന്നും അറിയാൻ പാടില്ല. നമുക്ക് കാണുന്നത് കേൾക്കുന്നതൊക്കെ ന്യൂസിൽ കാണുന്നത് കേൾക്കുന്നതൊക്കെ ആയിട്ട് വരാം.